ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു സിംപിൾ സ്റ്റോറീസ്. അപ്പോൾ ഇന്ന് ഞാൻ നല്ല ടേസ്റ്റിയും നല്ല ഹെൽത്തിയും ആയിട്ടുള്ളൊരു ഹലുവൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഹലുവൻ്റെ കാര്യം പറഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ മൈദ, ഒരുപാട് നെയ്യ് അങ്ങനെയൊക്കെ ചേർത്തിട്ടാണല്ലോ നമ്മൾ ഉണ്ടാക്കല്. അപ്പോൾ അത് അൺഹെൽത്തി ആയിട്ട് മാറും. പക്ഷെ ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഹലുവയാണ്. നമുക്കതിന് ഒരുപാട് സാധനങ്ങളും വേണ്ട. നമ്മളെ വീട്ടിലുള്ള കുറഞ്ഞ ചേരുവയിലാണ് ഈ ഒരു ഹലുവ ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കാണുക. പുതിയസൊക്കെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ആയിട്ടൊന്ന് അറിയിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടാലോ. അപ്പം ഞാൻ ഹൽവ ഉണ്ടാക്കാൻ മെയിനായിട്ട് എടുത്തത് നമ്മുടെ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവുന്ന കഞ്ഞിവെള്ളമാണ് കേട്ടോ. ഇത് നമ്മൾ പുറത്തേക്ക് കളയലാണല്ലോ അല്ലേ. അപ്പോൾ എന്നാൽ കഞ്ഞിവെള്ളം വെച്ചിട്ട് നല്ല ടേസ്റ്റുള്ളൊരു ഹലുവ തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ വിചാരിക്കും കഞ്ഞിവെള്ളം കൊണ്ടല്ലേ ഉണ്ടാക്കണത്, അത്ര വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. എന്നാൽ അങ്ങനെയല്ല, നല്ല ടേസ്റ്റുള്ള ഹലുവയാണ് കേട്ടോ. അപ്പോൾ അതിന് ഞാനെടുത്തത് 2 ലിറ്റർ നല്ല കട്ടിയുള്ള കഞ്ഞിവെള്ളമാണ് കേട്ടോ. പിന്നെ അതിക്ക് വേണ്ടത് ഒരു 2 ബീട്രൂട്ട് വേണം. നമ്മളിതിൽ ആർട്ടിഫിഷ്യലായിട്ടുള്ള കളറൊന്നും ചേർത്ത് കൊടുക്കണില്ല. അതുകൊണ്ട് തന്നെ കളറിന് വേണ്ടിയിട്ട് ബീട്രൂട്ടാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ആ കഞ്ഞിവെള്ളം ഞാനൊരു പാത്രത്തേക്ക് ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് ഫ്ലെയിം ഓണാക്കി ഹൈ ഫ്ലെയിമിലാണ് കേട്ടോ. അതിന് ശേഷം പിന്നെ കഞ്ഞിവെള്ളം തിളച്ച് വരാൻ വേണ്ടിയിട്ട് ഒന്ന് അടച്ച് വെച്ച് കൊടുക്കുകയാണ്. കഞ്ഞിവെള്ളം ഒന്ന് തിള വന്നു കഴിഞ്ഞാൽ നമുക്ക് ബീട്രൂട്ട് ചെത്തിയത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ കഞ്ഞിവെള്ളം നന്നായിട്ട് നല്ലോണം തിളച്ച് കഞ്ഞിവെള്ളം ഒരു 1/4 ഭാഗം ഒന്ന് കുറുകി വരണം. അപ്പോൾ ആ ഒരു സമയത്ത് അതിനിടയിലൊക്കെ നമ്മളിങ്ങനെ ഇളക്കി കൊടുത്തോണ്ട് തന്നെ ഇരിക്കണം. അങ്ങനെ അതിനിടയിൽ ഇങ്ങനെ ഈ പൊന്തി വരുന്ന പതകളൊക്കെ എടുത്ത് പുറത്തേക്ക് കളയാൻ കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കാനും മറക്കരുത്. പത നമ്മൾ കളഞ്ഞാലും വീണ്ടും വന്നുകൊണ്ട് തന്നെ എങ്ങനെ ഇരിക്കും. കുറച്ചൊന്നും പിന്നെ കാര്യമാക്കണ്ട കേട്ടോ. അടുത്തതായിട്ട് നമുക്ക് ഇതിക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആണ് കേട്ടോ. നിർബന്ധമില്ല, അങ്ങനെ ചേർത്താൽ നമുക്ക് കഞ്ഞിവെള്ളം വേഗം ഒന്ന് കുറുകി കിട്ടും. നമുക്ക് ഇപ്പം തന്നെ ബീട്രൂട്ട് കഷ്ണങ്ങൾ എടുത്ത് മാറ്റാം. പിന്നെ അധികം കഞ്ഞിവെള്ളം കുറുകാൻ വേണ്ടിയിട്ട് നിൽക്കണ്ട. ഇപ്പം നമ്മുടെ കഞ്ഞിവെള്ളം പകുതിയിലേറെയും കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മധുരത്തിന് വേണ്ട പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനൊരു 250 ഗ്രാം പഞ്ചസാര ചേർത്തിട്ടുണ്ട്. മധുരം കുറവ് വേണ്ടവർക്ക് 200 വരെ ചേർത്ത് കൊടുക്കാം കേട്ടോ, 200 ഗ്രാം വരെ. പിന്നെ ഒരു നുള്ളു ഉപ്പും ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഏലക്കായ ചതച്ചത് കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇത്രയും ചേർത്തിട്ട് വീണ്ടും നല്ലോണം ഇളക്കി മിക്സ് ആക്കിയിട്ട് ഇതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്തും പിന്നെ പൊട്ടുകടലയും കുറച്ച് കാഷ്യൂനട്ടുമാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഇതിലേക്ക് ചേർത്തെടുക്കുക. കറുത്ത മുന്തിരി, വെളുത്ത എള്ളോ. പക്ഷേ തേങ്ങ ചേർക്കാൻ മറക്കരുത്. തേങ്ങ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് കേട്ടോ, ഇതെല്ലാം കൂടി കൂട്ടി കഴിക്കുമ്പോൾ. പിന്നെ ഏറ്റവും ലാസ്റ്റ് ഞാൻ ചേർക്കുന്നത് വളരെ കുറച്ച് മാത്രം നെയ്യാണ്. നിങ്ങൾക്കിതിൽ 100 ഗ്രാം വരെ നെയ്യ് ചേർത്ത് കൊടുക്കട്ടോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ പാതിയെ ചേർത്തിട്ടുള്ളൂ. പശുവിൻ നെയ്യാണ് കൂടുതൽ ടേസ്റ്റ്. അങ്ങനെ നെയ്യൊക്കെ ചേർത്ത് വീണ്ടും നല്ലോണം ഇളക്കി മിക്സാക്കി പാത്രത്തിൽ നിന്നും ഇങ്ങനെ വിട്ട് പോരുന്ന ആ ഒരു പരുവാകുമ്പോൾ അടുപ്പിൽ നിന്നും മാറ്റിയിട്ട് സെറ്റാക്കാനുള്ള പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നെയ്യ് തടവിയ പാത്രത്തിൽക്കാനട്ടോ ഞാൻ ഹലുവ മിക്സ് ചേർത്ത് കൊടുത്തത്. പിന്നെ ഒരു കാര്യം പറഞ്ഞു, കാഷ്യൂനട്ട് ഞാൻ ആദ്യം വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് വെച്ചതായിരുന്നു. അത് പിന്നെ ഞാൻ ഇങ്ങനെ വെച്ചിട്ടാണ് കേട്ടോ അഡ്ജസ്റ്റ് ചെയ്തത്. പിന്നെ മേൽഭാഗമൊക്കെ ലെവലാക്കിയിട്ട് റൂം ടെമ്പറേച്ചറിൽ സെറ്റ് ആവാൻ വേണ്ടിയിട്ട് വെച്ചു. അപ്പോൾ ശരിക്കൊരു 2 മണിക്കൂർ സെറ്റ് ആവണം. ഞാൻ വീഡിയോക്ക് വേണ്ടിയിട്ട് പെട്ടെന്ന് കട്ട് ചെയ്തു. ഒരു സ്പാച്ചിലുകൊണ്ട് ഇങ്ങനെ സൈഡൊക്കെ ഒന്ന് വിടിയിച്ചിട്ട് ഒരു പാത്രത്തിലേക്ക് ഹലുവ സെറ്റ് ആക്കി വെച്ച പാത്രം കമിഴ്ത്തി ഒന്ന് തട്ടി കൊടുത്താൽ മതിയാവും. അങ്ങനെ നമ്മുടെ രുചിയൂറും ഹൽവ തയ്യാറായി. നമുക്ക് കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ കണ്ടില്ലേ, നമ്മുടെ കറുത്ത ഹൽവൻ്റെ ഒക്കെ ഒരു സ്ട്രക്ചറാണ് കേട്ടോ. വേറൊരു രുചിയാണ്. കഞ്ഞിവെള്ളം കൊണ്ടാണ് ഈ ഹൽവ ഉണ്ടാക്കിയതെന്ന് ഒരിക്കലും നമ്മൾ കഴിച്ച് നോക്കിയിട്ട് പറയൂല. പിന്നെ നമ്മൾ ഇതിൽ ചേർത്ത് കൊടുക്കുന്ന നട്സുകളൊക്കെ കൂടിയിട്ട് കടിക്കുമ്പോൾ നല്ലൊരു രസമാണ് കേട്ടോ. കുട്ടികൾക്ക് തീർച്ചയായിട്ടും ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഹൽവ റെസിപ്പിയാണ്. ഇതിൽ ആ കഞ്ഞിവെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണ കാര്യം മാത്രമേ കുറച്ച് പ്രയാസമായിട്ടുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ ഈസിയാണ് കേട്ടോ. ഞാനും ഒരുപാടായി കഞ്ഞിവെള്ളം കൊണ്ട് ഒരു ഹൽവ ഉണ്ടാക്കി നോക്കണമെന്ന് വിചാരിച്ചു. ഇന്നാണിപ്പോൾ മാഷാ അല്ലാഹ് അതിന് സാധിച്ചത്. അപ്പോൾ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ നിങ്ങളെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്യാനും കൂടി മറന്നു പോകരുത്. അപ്പോൾ അടുത്ത് നല്ലൊരു ഉഷാറുള്ള വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ. അസ്സലാമു അലൈക്കും.